مضى رمضان أو كأني به مضى وغاب سناه بعدما كان أو مضى فيا عهده من كان أكرم معهدا ويا عصره أعزز علي أن أنقضى. റമദാൻ പോയി. റമദാനിനെ കണ്ടോ എന്ന് തോന്നുന്നു എന്ന് റമദാൻ കടന്നു പോകുന്നതിനെക്കുറിച്ചൊരു കവി പാടിയിട്ടുള്ളതാണ്. അതൊരു മിന്നലൊളി പോലെ പ്രകാശിച്ചതിനു ശേഷം അതിൻ്റെ പ്രഭ ഇതാ മറഞ്ഞിരിക്കുന്നു. ഓ റമദാൻ കാലമേ, ഒത്തുചേരാൻ എത്രയോ ആദരണീയമായ ഒരിടമായിരുന്നു നീ. ആ റമദാൻ യുഗമേ, നീ അവസാനിച്ചു എന്നത് എനിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് എന്നാണ് ഇബ്നുൽ ജിനാൻ അൽ അൻസ്വാരി അവരുടെ പ്രശസ്തമായ ദീവാനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ആൻഡലൂഷ്യക്കാരനാണ്, സ്പെയിൻകാരനാണ്. അള്ളാഹു മനുഷ്യനെ പടച്ചത് അവനെ ആരാധിക്കാനാണ്. ആരാധനാ നിർവഹണത്തിൻ്റെ ഏറ്റവും അസുലഭ അവസരമാണ് റമദാൻ. ആ റമദാനിലെ അത്യപൂർവം ആയ ഏറ്റവും അസുലഭമായ സന്ദർഭമാണ് അവസാന പത്ത്. അവസാന പത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞ് കടന്നു, പകുതിയോളം എത്തി. ഇനിയുള്ള ദിവസം എന്തു ചെയ്യണം? ഇനിയുള്ള ദിവസമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്തണം. റമദാനിലെ അവസാനത്തെ 10 ആയാൽ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശദ്ദ മിഅ്സറ വഅഹ്യാ ലൈല വഅയ്ഖള അഹ്ല, തങ്ങൾ അരയെടുപ്പ് മുറുക്കിക്കെട്ടുകയും രാത്രി ഹയാത്താക്കുകയും ഭാര്യമാരെ വിളിച്ചുണർത്തുകയും അവരെക്കൊണ്ടും ഇബാദത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന 10 ദിവസം എന്തായാലും ഇഅ്തികാഫിരിക്കും. വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. മുമ്പൊരിക്കൽ ഒരു വർഷം എന്തോ തിരക്കുകൾ കാരണം റമദാനിൽ ഇഅ്തികാഫിരിക്കാൻ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ശവ്വാൽ മാസത്തിൽ ആ 10 ദിവസം ഇഅ്തികാഫ് ചെയ്തുകൊണ്ട് കടം വീട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇഅ്തികാഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മസ്ജിദിനകത്താവുക, അതാണ് അതിൻ്റെ. മസ്ജിദിനുള്ളിൽ ഒരു റുക്കൂഇലോ സുജൂദിലോ തുമഅനീനത്തിൻ്റെ ഒരു സമയം നിയ്യത്തോടു കൂടി മസ്ജിദിനകത്ത് ഉണ്ടായാൽ അത് ഇഅ്തികാഫാകും. അതൊരു ക്രോസ് ചെയ്ത് നടക്കുന്ന സ്ഥലമായാലും ശരി, പള്ളീൻ്റെ ഒരു ഡോറിൽ നിന്ന് കയറിയിട്ട് ബാബുസലാമെന്ന് കയറി ബാബു തൗബയിൽ നിന്ന് ഇറങ്ങുകയാണ്, അതിനിടയ്ക്ക് നിയ്യത്ത് ചെയ്താൽ അത് ഇഅ്തികാഫാകും. പക്ഷേ ഇഅ്തികാഫ് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മറ്റെല്ലാ ഏർപ്പാടുകളും മാറ്റിവെച്ച് ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറഞ്ഞ സമയം ഉറങ്ങുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതുപോലെ മറ്റ് അനിവാര്യമായ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് ഒഴിച്ച് മറ്റുള്ള സമയമെല്ലാം ഒന്നാമതായി ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ 7 ദിവസം കൂടുമ്പോഴാണ് ഖത്മ് തീർത്തിരുന്നത്. 7 ദിവസം കൊണ്ട്. ഒരു ദിവസം കൊണ്ട് തീർത്തവരും ഒരു ദിവസം 2 തീർത്തവരൊക്കെ ഉണ്ട്. അത് അപൂർവം സംഭവങ്ങളാണ്. സാധാരണ രീതിയിലുള്ളൊരു ഓത്ത് ഖുർആനിൻ്റെ
ഹക്ക് പാലിച്ചുകൊണ്ട് അക്ഷരങ്ങൾ കളഞ്ഞു പോകാതെ, മദ്ദും ഷദ്ദും നഷ്ടപ്പെട്ടു പോകാതെ, അതിൻ്റെ ആ ആദാബുകൾ പാലിച്ചുകൊണ്ടുള്ളൊരു പാരായണം ചിന്തിച്ചുകൊണ്ട് ഓതുമ്പോൾ ഒരു 7 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ അതേറ്റവും നല്ലതാണ്. മഹത്തുക്കളുടെ ചര്യ 7 15 പോകട്ടെ, ഒരു മാസം കൊണ്ട് പോലും തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ദിവസം ഒരു ജുസെങ്കിലും ഓതാൻ കഴിയുന്നില്ല എങ്കിൽ 40 ദിവസം ഒരു ഐഡിയൽ ഡേ ആണ്. 40 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3/4 ജുസ് ഓതണം. ഒരു ദിവസം 3/4 ജുസ് ഓതിയാൽ മതി, എങ്കിൽ 40 ദിവസം കൊണ്ട് തീരും. അതിനും കഴിയാത്തവർ 4 മാസത്തിലൊരിക്കലെങ്കിലും തീരാതെ പോകരുത് എന്നാണ്. 40 ദിവസത്തെ തീർക്കലാണ് ഐഡിയൽ. ഇതൊക്കെ നമ്മൾ സാധാരണ സുബഹിൻ്റെ മുമ്പ് തന്നെ ഓതിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സുബഹ് കഴിഞ്ഞിരുന്ന് ഓതുക. വീട്ടിലിരുന്ന് ഖുർആൻ തർത്തീലായിട്ട് ഓതണം, ശബ്ദത്തിൽ ഓതണം. വീട്ടിലെ നാൽക്കാലികളും പരിസരത്തെ സസ്യലതാദികളും ഒക്കെ ഈ ഖുർആനിൻ്റെ ശബ്ദം കേട്ട് ആനന്ദിക്കും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ശബ്ദം വളരെ കൂടുതലാണ്. അപ്പോൾ അയാൾ പറയും, വാപ്പ വയലിൽ പണിയെടുക്കാൻ പോകും, വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഉറക്കം ഓതണം. വയലിൽ പണിയെടുക്കുന്ന വാപ്പ അവിടെ കേൾക്കണം, ഇല്ലെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിക്കും. അങ്ങനെ ഉറക്കം ഓതിപ്പടിച്ചു ആയതുകൊണ്ട് ഇപ്പോൾ വർത്താനവും ഉറക്കയാണ്, വലിയ ശബ്ദമാണ്. അപ്പോൾ ഉറക്ക ഓതെന്ന് പറഞ്ഞാൽ അമിതമായ ശബ്ദത്തിൽ എന്നല്ല, എന്നാൽ അത്യാവശ്യം അടുത്ത വീട്ടുകാരും മറ്റുമൊക്കെ കേൾക്കുന്ന രീതിയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തിട്ട് സഅദ് ഇബ്നു ദുഗ്ന അങ്ങ് അബ്സീനിയയിലേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ എല്ലാവരും പോവാണ്. മക്കത്ത് അത്രയും വലിയ പീഡനമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും സമ്മതം ചോദിച്ചു. അവസാനം നബി തങ്ങൾ സമ്മതം കൊടുത്തു. പോകുന്ന വഴിയിൽ വെച്ച് ഖുറൈശികളിൽപ്പെട്ട സഅദ് ഇബ്നു അദ്ദുഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എങ്ങോട്ടാണ് പോകുന്നത് അബൂബക്കർ? ഞാൻ നാട് വിട്ടു പോവാണ്, ഇവിടെ ഇനി ശരിയാകില്ല. സഅദ് ഇബ്നു അദ്ദുഗ്ന പറഞ്ഞു, താങ്കൾ പോകരുത്. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട് വിട്ടുപോകാൻ പാടില്ല. ഇപ്പം ചില ആളുകൾ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വരും സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി. ചിലരെ പറ്റി ചില ആളുകൾ പറയും, അദ്ദേഹം എന്തായാലും നിയമസഭയിൽ വേണ്ട ആളാണ്, പാർട്ടി ഏതായാലും വേണ്ടിയില്ല, നല്ല കഴിവുള്ള ആളാണ്. ഇതുപോലെ താങ്കൾ ഏത് പ്രസ്ഥാനത്തിലായാലും വേണ്ടിയില്ല, മാന്യനും പൗരമുഖ്യനും ആയ താങ്കളൊന്നും ഈ നാട് വിട്ടുപോകരുത്, ഞാൻ സംരക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഒരാൾ സംരക്ഷണം കൊടുത്താൽ പിന്നെ ആരും അവരെ ദ്രോഹിക്കൂല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യും. അത് കേട്ട് കുട്ടികളും സ്ത്രീകളും മറ്റുമൊക്കെ ആ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൂടും. ഇത് കണ്ട ശത്രുക്കൾ പറഞ്ഞു, ഇത് പ്രശ്നമാണ്, ആളുകൾ ഇതിൽ ആകൃഷ്ടരായി പോകും. അതുകൊണ്ട് വീട്ടുകാരനോട് പറഞ്ഞു, ഒന്നുകിൽ ഈ പണി നിർത്താൻ പറയുക, അല്ലെങ്കിൽ സംരക്ഷണം ഒഴിവാക്കുക. സഅദ് ഇബ്നു ദുഗ്ന പറഞ്ഞു, അബൂബക്കർ, ഒരു റെഫ്യൂജിൽ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് അച്ചടക്കം പാലിക്കണം. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ പ്രചാരണം നടത്തരുത്. ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം തരികയാണ്. അങ്ങനെ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് സംരക്ഷണം തരുന്ന ആൾ എനിക്കും സംരക്ഷണം തരും. അതുകൊണ്ട്
എനിക്ക് താങ്കളുടെ സംരക്ഷണം വേണ്ട. അതാരാ? അള്ളാഹു. അള്ളാഹുവാണല്ലോ താങ്കൾക്ക് സംരക്ഷണം തരുന്നത്, എനിക്കും അള്ളാഹു സംരക്ഷണം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യൽ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഉറക്കെ പാരായണം ചെയ്യണം. പണ്ട് നമ്മുടെ വല്യപ്പാരൊക്കെ വീട്ടുവരാന്തയിലെ തിണ്ണയിലിരുന്നു കൊണ്ട് ഓതുമായിരുന്നു. സുബഹി നിസ്കരിച്ച് അവരുടെ ഒരു ഓത്ത് കഴിയുമ്പോഴേക്കാണ് വല്യമ്മ കോഫിയും കടിയുമായിട്ട് വരിക. ഇന്ന് ആർക്കും സമയമില്ല. അപ്പോൾ കഴിയില്ലെങ്കിൽ സുബഹിൻ്റെ മുമ്പോതുക, അല്ലെങ്കിൽ ശേഷമോതുക. പിന്നെയും തിരക്കുള്ള ആളുകൾ ഒരു മുസ്ഹഫ് കൂടെ വയ്ക്കുക. ഓരോ ജമാഅത്തിന് ശേഷവും ഒരു കഷ്ണം 2 പുറം ഓതുക. അങ്ങനെ ആയാലും ഒരു 3/4 ജുസ് ഒരു ദിവസം ഒപ്പിക്കാൻ പണിയൊന്നും ഇല്ല. എന്തായാലും റമദാൻ കാലത്തെങ്കിലും തോന്നണം. അപ്പോൾ ഒരു എഴുത്തിക്കാഫ് ചെയ്താൽ അതിൽ കുറേ അങ്ങോട്ട് നടത്തും. ഏറ്റവും ചുരുങ്ങിയത് 10 ജുസ് ഈസി ആയിട്ട് ഓതാം. നന്നായി ഓത്തറിയുന്ന ആളുകൾക്ക് 20 മിനിറ്റ് കൊണ്ട് ഒരു ജുസ് തീർക്കാം. അപ്പം മണിക്കൂറിൽ 3, 2 മണിക്കൂറിൽ 6, 3 മണിക്കൂറിൽ 12. അപ്പോൾ ഉച്ചൻ്റെ മുമ്പ് ഒരു 4, ശേഷം ഒരു 4, രാത്രി ഒരു 2 ഒക്കെ തീർത്താൽ 10 എന്തായാലും തീർക്കാം. 12-ലെത്തിക്കാം. 3 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീർക്കാം. അതിലും കൂടുതലും കഴിയും. അങ്ങനെ ആലസ്യത്തോടു കൂടി ഓതരുത്. മടി വന്നാൽ അപ്പം നിർത്തണം. അദ്കിയയിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പെൻഷനേഴ്സിൻ്റെ ഡ്യൂട്ടി, പെൻഷനേഴ്സിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, പെൻഷനേഴ്സ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായി സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്. നിസ്കരിച്ച് മടുത്താൽ ഇരുന്ന് നന്നായി ഖുർആൻ ഓതുക. അത് മടുപ്പ് വന്നാൽ പിന്നെ മുന്നോട്ട് പോകരുത്. അത് നിർത്തിയിട്ട് നാവ് കൊണ്ടും കൽബ് കൊണ്ടും ചേർന്ന് ദിക്ർ ചൊല്ല. അതിനും ഒരു മടുപ്പ് വന്നാൽ പിന്നെ റിലാക്സ്, മനസ്സിൽ മാത്രം ദിക്ർ ചെയ്തുകൊണ്ട് അങ്ങനെ. പിന്നെയും മടുപ്പ് വന്നാലോ കിടന്നുറങ്ങാം. എന്നാൽ പിന്നെ ഗീബത്തും നമീമത്തൊന്നും പറയില്ല, വാട്സപ്പും നോക്കൂല, പത്രവും വായിക്കൂല. അപ്പോൾ തെറ്റൊന്നും വരില്ല. ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ ഒളു ചെയ്ത് ഫ്രഷായിട്ട് വീണ്ടും പഴയ ചക്രം, നിസ്കാരം, ഓത്ത്, ദിക്ർ, റിലാക്സ്ഡ് ദിക്ർ, ഉറക്കം. ഇതാണ് പെൻഷനേഴ്സിൻ്റെ ജോലി. പെൻഷനേഴ്സ് തന്നെ എന്താ? പെൻഷൻ കിട്ടുന്നതല്ല, റിട്ടയറായ ആൾക്കാർ. അവർക്ക് നമ്മുടെ നാട്ടിൽ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പറയാം. റിട്ടയേർഡ് ലൈഫിൽ ചെയ്യേണ്ടത് അതാണ്. റിട്ടയേർഡ് ലൈഫിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള ഏതു മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ കൃഷിയോ കച്ചവടമോ അധ്യാപനമോ രാഷ്ട്രീയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒഴിവ് സമയം എങ്ങനെയാണ് മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് എന്നതിനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ എഴുത്തിക്കാഫിൽ കൂടുതലായി ചെയ്യേണ്ടത് അപ്പോൾ ഈ ഓർഡർ തന്നെയാണ്. ഖുർആൻ, സുന്നത്ത് നിസ്കാരം, ഖുർആൻ പാരായണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതും ഓത്താണ്. നിസ്കാരം ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടുള്ള റക്അത്തുകളല്ല. നിസ്കാരത്തിൻ്റെ പേരു തന്നെ റുകൂ, സുജൂദ് എന്നൊക്കെ പേരുണ്ടെങ്കിലും മെയിൻ പേര് ഖിയാമുന, മൻ ഖാമ റമളാന എന്ന് പറയാം. അപ്പോൾ ഖിയാം എന്ന് പറയുന്ന പേര് നിസ്കാരത്തിന് വന്നത് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഓത്താണ്. അപ്പം നീട്ടി ഓതണം. ഇമാം അത്ര നീട്ടി ഓതാൻ കഴിയില്ല. സ്വന്തം നിസ്കരിക്കുമ്പോൾ എത്രയും നീട്ടി ഓതാം. നമ്മളെങ്ങനെ നീട്ടി ഓതാം? യാസീൻ കാണാതെ അറിയാത്തവർ കൈപോക്ക്. 1 2 3 3 ആള്. ബാക്കി എല്ലാവർക്കും അറിയാം. യാസീൻ അറിയുന്നവർ കൈപോക്ക് ഉണ്ടോ? യാസീൻ ഓതിയാൽ മതി. അപ്പോൾ ഒരു റക്അത്തിൽ യാസീൻ ഓതുക. തബാറക്ക അറിയുന്നവർ കൈപോക്ക്. അടുത്ത റക്അത്തിൽ തബാറക്കയും ഓതാ. ഇതെല്ലാവർക്കും അറിയാം. അല്ലാത്ത ആൾ യാസീൻ പകുതിയും ആക്കി ഓതാ.
അല്ലെങ്കിൽ വേറെ ഏതാണോ അറിയുന്ന സൂറത്ത് അത് ഓതിക്കൊണ്ടാണ് നിസ്കരിക്കുക. അങ്ങനെ നിസ്കാരവും ഖുർആനോത്തും സ്വലാത്തും ദിക്റുകളും ഇസ്തിഗ്ഫാർ, ഹൗഖലത്ത്, തൗഹീദ്, തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ ഇങ്ങനെയുള്ള ദിക്റുകൾ പെരുപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഇഴ്തികാഫിൽ ചെയ്യേണ്ടത്. ഈ അവസാനത്തെ 10 ഇഴ്തികാഫാകാനുള്ള പ്രധാനപ്പെട്ട ഒരു തന്ത്രം, അതിലുള്ളൊരു ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയിട്ടാണ്. നാം ഷാഫിഈ മദ്ഹബുകാരാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് 21-ാമത്തെ രാവോ 23-ാമത്തെ രാവോ ആണ് ലൈലത്തുൽ ഖദ്ർ ആവാൻ ഏറ്റവും സാധ്യതയുള്ളത്. എന്നാൽ ഏത് രാത്രിയിലുമാവാം. അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിലെല്ലാം ലൈലത്തുൽ ഖദ്ർ ആകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് 5, 7, 9 എല്ലാ രാത്രിയും. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു മിനിമം ചാൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലെ മഗ്രിബ് ഇശാ നിസ്കാരങ്ങളുടെ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാം. മഗ്രിബ് ഇശാവും കിട്ടിയാൽ ഓനാ ലൈലത്തുൽ ഖദ്ർ കിട്ടി. പലപ്പോഴും നോമ്പ് തുറ സൽക്കാരങ്ങളോ പരിപാടികളോ ആയിട്ട് മഗ്രിബ് അങ്ങ് നഷ്ടപ്പെട്ടു ജമാഅത്ത്. ഇനി കിട്ടിയാൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ എത്തൂല. അപ്പോൾ മഗ്രിബ് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ കിട്ടാൻ നേരത്തെ എത്തണം. ഇശാവും പിന്നെ തറാവീഹും കിട്ടിയാൽ അവന് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം ലഭിച്ചു. അതിന് പുറമെ അത് വീണ്ടും വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി വിത്ർ നിസ്കാരം 11 മറ്റ് തസ്ബീഹ് നിസ്കാരവും മറ്റ് പല തരത്തിലുള്ള നിസ്കാരവും ദിക്റുകളൊക്കെയായിട്ട് അതിനെ നീട്ടണം. അൽ ഉമൂറു ബി ഖവാതീമിഹ എന്നാണ്. എന്തൊരു സംഗതിയും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അവസാനം നന്നാകണം. അള്ളാഹു നമ്മളൊക്കെ അവസാനം നന്നാക്കി തരട്ടെ. ഈമാനോടും കൂടി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ നല്ല മുഅ്മിനായി ജീവിച്ച് സ്വർഗത്തിൻ്റെ പണികളൊക്കെ എടുത്ത് അവസാനം കാഫിറായിട്ട് ചത്തുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതേസമയത്ത് വേറെ ചിലർ കുഫറിൻ്റെയും ഫിസ്കിൻ്റെയും എല്ലാ തെമ്മാടിത്തവും ചെയ്ത് അവസാനം നല്ലൊരു മുഅ്മിനായിട്ടങ്ങ് മരിക്കും. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അവസാനം നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. അപ്പോൾ അവസാനം കേടുവന്നു പോകുന്നതിനെ തൊട്ട് നല്ലോണം സൂക്ഷിക്കണം. അപ്പം വരുമ്പോൾ ഇളക്കി അങ്ങനെ ലാസ്റ്റ് കുറുകി തീരാൻ നേരത്ത് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയൊന്ന് ചായട്ടെന്ന് വിചാരിച്ചാൽ അടി പിടിച്ചു. അപ്പോൾ പുക കാഞ്ഞു പോകും, പുകയിച്ചു പോകും. അത് അങ്ങനെ ആയിപ്പോയാൽ അതുവരെ ഉറക്കൊഴിഞ്ഞ് ഇളക്കിയതൊക്കെ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് അവസാനം നന്നാകണം. അപ്പോൾ നോമ്പിൻ്റെ അവസാനം നന്നാകണം. അതാണ് ഈ അവസാനത്തെ 10. അതിൽ 29-ാം രാവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 30-ാമത്തെ രാവുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതും കഴിഞ്ഞാൽ പിന്നെ 31-ാമത്തെ രാവ് അഥവാ പെരുന്നാൾ രാവ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസാന ദിവസങ്ങളൊക്കെ അങ്ങാടിയിൽ ചെലവഴിക്കുന്ന ഒരു ദുർഗതി അറിയാതെ നമുക്കിടയിൽ കടന്നു വന്നുകൂടിയിട്ടുണ്ട്. വയസ്സന്മാരായാലും മുസ്ലിംമാരായാലും സംഘടനക്കാരായാലും ഒക്കെ തന്നെ ഈ കാര്യം ഒരൊഴുക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നുണ്ട്. അപ്പം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു വൈബുണ്ടാക്കിയിട്ട് തറാവീഹുമില്ല, നിസ്കാരവുമില്ല, രാത്രിയിൽ പന്ത് കളിയും അല്ലെങ്കിൽ അങ്ങാടി കറങ്ങലും ഒക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ എല്ലാം ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിച്ചാൽ കഴിഞ്ഞതെല്ലാം കൂടി പൊറപ്പിക്കാനും കൂടെ ഇപ്പോൾ കഴിയും. അതുകൊണ്ട് തൗബ ചെയ്ത് ഇഴ്തിക്കിനെ തേടിക്കൊണ്ട് ഇഴ്തികാഫ് ചെയ്ത് നാം അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു നമുക്ക്
തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തനസ്സലുൽ മലായികത്തു വറൂഹു, ജിബ്രീൽ അലൈഹിസ്സലാമും ഉൾപ്പെടെ ധാരാളം മലക്കുകൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ്. അതുകൊണ്ട് ഒരു സമാധാനത്തിൻ്റെ ദിനമാണ്. അന്ന് ഇലകളൊന്നും അനങ്ങൂല, ഒരു മൊത്തത്തിൽ നല്ലൊരു ശാന്തി ഉണ്ടാകും എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത്. യക്സുറു തനസ്സുലുൽ മലായികത്തി ഫി ഹാദിഹി ലൈല ലികസറത്തി ബറക്കത്തിഹാ, വല്ലാത്ത ബറക്കത്തുള്ളത് കൊണ്ട് മലായികത്ത് ഇറങ്ങിയിട്ട് ബറക്കത്തും റഹ്മത്തും ഒക്കെ വർദ്ധിക്കും. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് അവിടെ റഹ്മത്ത് ഇറങ്ങുന്നത് പോലെ ലൈലത്തുൽ ഖദറിന് റഹ്മത്ത് ഇറങ്ങും. ദിക്റിൻ്റെ ഹൽക്കകളെയും സ്വലാത്തിൻ്റെ സ്ഥലങ്ങളെയൊക്കെ ഈ മലക്കുകൾ വന്ന് പൊതിയും. അവരുടെ ആ ചിറക് കൊണ്ടിങ്ങനെ അകാരുണ്യത്തിൻ്റെ ഒരു പൊതിച്ചിൽ നമ്മയൊക്കെ പൊതിയും. അല്ലാഹു തആല ആ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ എല്ലാ ദോഷവും പുറത്തു. അപ്പോൾ ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ റമദാനിലെ എല്ലാ രാത്രിയും ഹയാത്താക്കണം. പൂർവീകരായ ആളുകൾ ഈ രാവിനെ വളരെ പ്രത്യേകമായി ഒരുങ്ങും. ബോംബെയിലൊക്കെ ചെന്നാൽ ബോംബെയിൽ നൈറ്റ് ലൈഫാണ്, വൈബാണ്. വിളക്കുകൾ കത്തിക്കും. വിളക്ക് കത്തിക്കൽ നോമ്പിന് സുന്നത്താണ്. ഒരുപാട് വിളക്കൊക്കെ കത്തിച്ച് ദീപാലങ്കൃതമാക്കുക എന്ന് പറയുന്നത് സുന്നത്ത് തന്നെയാണ്. എന്നാൽ ബോംബെയിൽ ഏറ്റവും കൂടുതൽ നോമ്പുകാലത്ത് കാണുന്നത് ഈ ജുബ്ബയും പൈജാമയും കച്ചവട. പൈജാമയും ജുബ്ബയും, അത് തറാവീഹിന് വേണ്ടി ഒരു പൈജാമയും ജുബ്ബയും വാങ്ങും. നമുക്കാണെങ്കിൽ ഒരു വെള്ള തുണിയും ഒരു ജുബ്ബയും. പിന്നെ 27-ന് ബോംബെക്കാർ ഹനഫികളാണല്ലോ, അപ്പോൾ അവർ 27-നാണ് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു പ്രാധാന്യത്തോടുകൂടി കാണുക. അപ്പോൾ ബഡി രാത്ത് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വേറെ പ്രത്യേക ഒരു ഡ്രസ്സ് വാങ്ങും. ഞാനാ മുസമിൽ. പിന്നെ പെരുന്നാളിന് വേണ്ടി വേറെയും. അപ്പോൾ അത് മഹാന്മാരുടെ ഒരു ചര്യ തന്നെയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി പ്രത്യേകം വസ്ത്രം, അത്തർ ഒക്കെ വാങ്ങിയിട്ട് ഒന്ന് ഉഷാറാവുക. വകാന സലഫു യതഅഹബൂന ലഹാ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന് ഒരു ജോഡി ഡ്രസ്സ് 1000 ദിർഹമിൻ്റെതായിരുന്നു എന്നാണ് പറഞ്ഞത്. മുത്തനൂർ തങ്ങൾ പാപ്പ തസ്ബീമാലെ പറ്റി പറഞ്ഞല്ലേ, പണ്ട് തസ്ബീമാലൊക്കെ വാങ്ങാൻ എത്ര ഈ മാതിരി കായ് കൊടുത്ത് വാങ്ങണം എന്നറിഞ്ഞല്ലേ. അപ്പോൾ കായ് കൊടുത്ത് വാങ്ങണം, കായുള്ള ആളുകൾ കായ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ മഹാനവറുകൾക്ക് 1000 ദിർഹമിൻ്റെ ഡ്രസ്സുണ്ടായിരുന്നു. അത് ഫിൽ ലൈലത്തില്ലത്തി യുർജ അന്നഹാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ പ്രതീക്ഷിക്കുന്ന രാത്രിയിലാണ് ആ ഡ്രസ്സ് ധരിക്കുക. വകാന സാബിത്തുൻ വഹുമൈദുൻ യഗ്തസിലാനി വയതതയ്യബാനി വയൽബസാനി അഹ്സന സിയാബിഹിമാ. ലൈലത്തുൽ ഖദറിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ കുളിച്ച് കുപ്പായം മാറ്റി അത്തർ പുരട്ടി പ്രത്യേകമായി അതിനു വേണ്ടി തയ്യാറാകും. വല്ലാഹി മാ യഗ്ലു ഫീ ത്വലബിഹാ അശ്റുൻ ലാ വല്ലാഹി വലാ ശഹ്റുൻ ലാ വല്ലാഹി വലാ ദഹ്റുൻ ഫജ്തഹിദു ഫി ത്വലബി ഫറുബ്ബ മുജ്തഹിദിൻ അസ്വാബ്. അത് ഒറ്റ രാത്രിയിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം അതും തേടി നിന്ന് മതിയാക്കരുത്. ഒരാഴ്ചയുമല്ല, ഒരു മാസം തന്നെ. ഇനി കൊല്ലത്തോട് കൊല്ലം തേടേണ്ടി വന്നാലും തേടിയാൽ നഷ്ടമാകാത്ത അത്രയും പൊരുഷിയാക്കപ്പെട്ട ഒന്നാണല്ലോ ലൈലത്തുൽ ഖദർ എന്നത്. അതുകൊണ്ട് ആ രാത്രിയെ നമ്മൾ പ്രത്യേകമായി പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നാം ഈ ദിനരാത്രങ്ങൾ ഇനിയുള്ള സമയമൊന്നും പാഴാക്കരുത്. മാത്രമല്ല ഈ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിനെ തൊട്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. വേറെ എങ്ങോട്ട് പോയില്ലെങ്കിലും ഇബാദത്തൊന്നും കൂടുതൽ ചെയ്തില്ലെങ്കിലും അങ്ങാടിയിൽ കൊണ്ടുപോയി കളയുന്നതിനെ നാം വളരെ സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ ഈമാൻ കാത്തു രക്ഷിക്കണം. ലോകത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് ശാന്തമാകട്ടെ, പൂർണ്ണമായും ശാന്തമായിട്ടില്ല. എങ്ങാനും ആ സ്ഥിതി മുന്നോട്ട് പോയാൽ നമ്മുടെയൊക്കെ സ്ഥിതിഗതികൾ മാറും. ഇപ്പം തന്നെ ഗ്യാസ് 45 ദിവസത്തിൽ ഒന്നേ കിട്ടുള്ളൂ.
സ്കൂളുകളിൽ വിറക് കത്തിക്കാൻ വേണ്ടി അനുവാദം കിട്ടിയിട്ടുണ്ട്. വീട്ടിലും കുറച്ചൊക്കെ വിറകൊക്കെ കത്തിച്ചോളേ. അങ്ങനെ ഗ്യാസ് തന്നെ കത്തിക്കണ്ട, കത്തിക്കുന്നത് തന്നെ ലാവിഷാക്കണ്ട. ഇനി വെള്ളത്തിൻ്റെ വിഷയത്തിലുണ്ട്. വെയിൽ ചൂട് കൂടി വരുന്നുണ്ട്. അല്ലാഹു തആല വലിയൊരു അനുഗ്രഹം ചെയ്തതാണ്. ഈ നോമ്പിന് കൂടേണ്ടതാണെങ്കിലും നോമ്പിന് നമുക്ക് ചെറിയൊരു കാവലൊക്കെ തന്ന് ഇടയ്ക്കൊരു മഴയൊക്കെ തന്ന് വെള്ളത്തിൻ്റെ ഉപയോഗം സൂക്ഷിച്ച് ഉപയോഗിക്കണം. വെള്ളം കേടുവരുത്തരുത്. മിഠായിയുടെ തോലും മറ്റൊക്കെ വലിച്ചെറിഞ്ഞ് കുളങ്ങളിലും തടാകങ്ങളിലും ജലാശയങ്ങളിലൊക്കെ ചെന്ന് പതിക്കുന്നതിന് നമ്മൾ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അങ്ങനെ വെള്ളത്തെയും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്.